ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പം യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പം അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ, നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മുഖ്യമന്ത്രി അടക്കമുള്ള അധികാരത്തിലിരിക്കുകയാണ്. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങേ കുറ്റപ്പെടുത്തും. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ ഡിബേറ്റ് അവിടെ ഇരിക്ക് പ്ലീസ്, അവിടെ ഇരിക്ക് പ്ലീസ് അവിടെ ഇരിക്ക്. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതിലൊന്നും തർക്കമില്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത്. അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ചെയർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ്, ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം. പകരം പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോർ തന്നെ ചർച്ചയാണ് വീണ്ടും റൈസ് ചെയ്യുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷൻ ആയി പോകുന്നില്ല. അതുകൊണ്ട് അങ്ങേപോലെ മുതിർന്ന ഒരാളോട് ഇതിന്റെ റെലവന്റ് ആയ ടോപ്പിക്കിലേക്ക് വരണം. നോ. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ വിഷയം അടിയന്തര പ്രമേയം എന്താണ്? ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ്. അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം. രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല. യെസ്, യു ക്യാൻ കണ്ടിന്യൂ.